ഹായ്, വെൽക്കം ടു ഇത്തിരി നേരം ഇത്തിരി കാര്യം. ഞാൻ സ്വന്തമായിട്ട് കുറേ റിസർച്ച് ചെയ്ത് ഈ ഫോറിനുള്ള കൂടുതൽ ആഫ്രിക്ക അമേരിക്കയിലുള്ള ആൾക്കാരാണ് ചെയ്യുന്നത്. ബീറ്റ് ബോക്സിങ് അതാട്ടോ ഞാൻ ആദ്യം കാണുന്നത്. അത് ഭയങ്കര അത്ഭുതപ്പെടുത്തി. ഞാൻ വലിയ സംഭവം എന്ന് കരുതുന്നത് അവർ ഭയങ്കര എല്ലാവരും കേട്ട് മടുത്തിരിക്കുന്ന കാര്യമുണ്ട്. ഈ കാക്ക പട്ടി പൂച്ച പ്രഭാതം പൊട്ടി മുളയ്ക്കുന്നു. ബീറ്റ് ബോക്സിങ്ങിൽ ഞാൻ ചുമ്മാ ഇങ്ങനെ ഇഷ്ട ചെയ്യുന്നതിന് പകരം അതിൽ തന്നെ കുറേ യുണീക്നെസ് കുറേ വോ ഫാക്ടർ കൊണ്ടുവരുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര എന്റർടൈനിങ് ആയിട്ട് തോന്നുന്നു. എനിക്ക് എൻ്റെ എബിലിറ്റീസ് ഇത് മാത്രമല്ല ഇനിയും ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി കുറേ സംഭവങ്ങൾ ഞാൻ സ്വന്തമായിട്ട് യൂട്യൂബ് നോക്കി പഠിച്ചതാണ്. എക്സ്പ്ലെയിൻ ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടിയൊക്കെയാണ് ഞാൻ പ്രോഗ്രാം ചെയ്തിരുന്നത്. അപ്പൊ തന്നെ ആൾക്കാർ പറയുമ്പോൾ നീ തുപ്പി കളിക്കുന്നു ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കളിയാക്കാറുണ്ടായിരുന്നു. ഇന്ന് ഇത്തിരി നേരം ഒത്തിരി കാര്യവുമായി എനിക്കൊപ്പം ഉള്ളത് ഇന്ത്യയിലെ ഫസ്റ്റ് ഫീമെയിൽ ബീറ്റ് ബോക്സറാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇൻട്രോ ആയി. അതെ, ഇന്ന് ഈ ഇത്തിരി നേരം ഒത്തിരി കാര്യങ്ങളുമായി എനിക്കൊപ്പം ആർദ്ര സാജൻ. നമസ്കാരം. ഹായ് ആർദ്ര, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ ട്ടോ. താങ്ക് യു. എല്ലാ തിരക്കുന്നും കുറച്ച് സമയത്തിന് വേണ്ടി മാറ്റി വെച്ചു. ആൻഡ് താങ്ക് യു സോ മച്ച്. ഓക്കെ. ആദ്യം തന്നെ എൻ്റെ ഒരു വിവരക്കേടാണോ എന്ന് എനിക്കറിയില്ല, എന്താണെങ്കിലും എനിക്ക് അറിയേണ്ട ഒരു കാര്യം. അതുകൊണ്ടാണ് ഇന്ത്യസ് ഫസ്റ്റ് ഫീമെയിൽ ബീറ്റ് ബോക്സർ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഫസ്റ്റ് ഫീമെയിൽ ഫ്ലൂട്ട് ബോക്സർ എന്നും പറയുന്നുണ്ട്. ഇത് രണ്ടും ഒന്ന് തന്നെയാണോ അതോ? അല്ല, അത് രണ്ടും വ്യത്യസ്തമാണ്. ബീറ്റ് ബോക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം ശബ്ദം കൊണ്ട് പല ഇൻസ്ട്രുമെന്റ്സിന്റെ ശബ്ദങ്ങൾ, അതായത് ഡ്രംസ്, DJ പോലത്തുള്ള ശബ്ദങ്ങൾ ചെയ്യുന്നതാണ് ബീറ്റ് ബോക്സിങ്. ഫ്ലൂട്ട് ബോക്സിംഗ് എന്ന് പറയുന്നത് സാധാ ഫ്ലൂട്ട് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ഉണ്ട്, അതിന്റെ കൂടെ തന്നെ ബീറ്റ് ബോക്സ് ചെയ്യണം. ബോത്ത് ആർ ഹാപ്പനിങ് അറ്റ് ദ സെയിം ടൈം. അതായത് ഫ്ലൂട്ടും ബീറ്റ് ബോക്സും ഒരേ സമയത്ത് ചെയ്യും. അത് രണ്ടും ആർദ്ര തന്നെ ചെയ്യും? അത് ഞാൻ തന്നെ, വേറെ ആരും വരൂല പുറത്തുനിന്ന്. അത് ശരി. അപ്പൊ ഫ്ലൂട്ട് വായിക്കും, ഒപ്പം തന്നെ ബീറ്റ് ബോക്സിങ് ഒരുമിച്ച്. ഇത് രണ്ടും വായോണ്ടല്ലേ ചെയ്യുന്നത്? അതെ അതെ. അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു അതൊരു വീഡിയോ നമുക്ക് സൈഡിൽ കാണിക്കാം. അതിനിപ്പോൾ പറ്റുള്ളൂ. എങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് ഈ ബീറ്റ് ബോക്സിംഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് അച്ഛനാണ് ഇൻസ്പിറേഷൻ എന്നൊക്കെ എനിക്ക് കുറച്ചറിയാവുന്ന കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാലും അതിൻ്റെ ഒരു ഫസ്റ്റ് ഇതെന്താണ് അങ്ങനത്തെ ഒരു അട്രാക്ഷൻ വരാൻ? എന്ന് പറയുമ്പം ഞാൻ പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ പപ്പ വലിയൊരു പ്രാസംഗികനാണ്. പള്ളികളിലും ഡിവോഷണലായിട്ട് പ്രസംഗിക്കുന്ന ഒരാളാണ്. അപ്പോൾ പപ്പ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഞാനും കൂടെ പോകും. എല്ലായിടത്തും ഞാൻ കൂടെ പോകും, വാലുപോലെ. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ പപ്പ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് പ്രസംഗിക്കുമ്പോൾ ഇത്ര ഒരു 1000 ആൾക്കാരുടെ സെന്റർ ഓഫ് അട്രാക്ഷൻ ഒറ്റ ഒരാളിലോട്ടാണ്. അത് പുള്ളിയാണ് എല്ലാവരെയും ഹാൻഡിൽ ചെയ്ത് ഒരുമിച്ച് ഒരു സെന്റർ, ഒരു എന്താ പറയാ, ഹോൾഡ് ചെയ്യുന്ന ഒരാള് പുള്ളിയാണ്. അപ്പൊ തന്നെ എനിക്ക് ഒരു സ്പാർക്ക് അടിച്ചു. എല്ലാവരും എന്തിനാണ് പുള്ളിക്ക് വേണ്ടി കൈയടിക്കുന്നത്, പുള്ളിയെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം എൻ്റെ മൈൻഡിൽ വന്നു. അതിനുശേഷമാണ് എന്തെങ്കിലും ആൾക്കാരുടെ ഫ്രണ്ടിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും പഠിക്കണം എന്ന് എൻ്റെ മൈൻഡിൽ വന്നത്. അങ്ങനെയാണ് ഞാൻ ആദ്യം മിമിക്രി എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ പഠിച്ചു തുടങ്ങിയത്. TV ഒക്കെ കണ്ട് ഞാൻ കുറേ കാലം ദുബായിലൊക്കെ ആയിരുന്നു പഠിച്ചത്. 8 വർഷത്തോളം UAE പഠിച്ചത്. അതിനുശേഷം അവിടെ ഞാൻ ഒരു കാര്യമില്ലാത്ത ഒരു ഉപയോഗമില്ലാത്തൊരു കുട്ടിയായിരുന്നു. അവിടെ സാധാരണ ഒരു CBSE സ്കൂളിൽ പോയി പഠിക്കുന്നു, അങ്ങനത്തെ പരിപാടി. അതെ അതെ. പിന്നെ നാട്ടിൽ വന്നപ്പോഴാണ് ഇവിടുത്തെ കുറെ നാച്ചുറൽ സൗണ്ടും കുറെ കോമഡി കാര്യങ്ങളും, കൂടുതലും കോമഡി കേൾക്കുന്നത് പൊളിറ്റീഷ്യൻസിന്റെ സംഭവങ്ങളിലാണ്. അപ്പോൾ അതൊക്കെ കേട്ട് പഠിച്ച് ഞാൻ ആദ്യം പഠിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ സൗണ്ടാണ്. അപ്പൊ അത് കേട്ടിട്ട് പപ്പയൊക്കെ ഭയങ്കര എന്താ പറയാ സപ്പോർട്ട് ചെയ്തു. കാര്യം ഇങ്ങനത്തെ സൗണ്ടുകൾ പെൺകുട്ടികൾ അധികം ആരും ചെയ്യാൻ ശ്രമിക്കാറില്ല, കൂടുതൽ ആൺകുട്ടികളാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ പോയി സ്കൂളിലൊക്കെ കാണിക്കും. അപ്പോൾ അവർ ഹൈ കൊള്ളാലോ, നല്ല സംഭവം എന്നൊക്കെ പറഞ്ഞ് അവർ സപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ് കുറെ പഠിച്ച് സ്റ്റേറ്റ് കലോത്സവം വരെ എത്തി, സ്കൂൾ സ്റ്റേറ്റ് കലോത്സവം. അവിടെ എൻ്റെ ഒരു മികച്ച പ്രകടനം കൊണ്ട് എനിക്ക് അവിടെ C ഗ്രേഡ് ആണ് കിട്ടിയത്. എന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കി. കാര്യം ഞാൻ വലിയ സംഭവം എന്ന് കരുതുന്നത് അവർ ഭയങ്കര എല്ലാവരും കേട്ട് മടുത്തിരിക്കുന്ന കാര്യമുണ്ട്. ഈ കാക്ക പട്ടി പൂച്ച പ്രഭാതം പൊട്ടി മുളയ്ക്കുന്നു പറഞ്ഞ് വെറൈറ്റി എന്ന് പറഞ്ഞ് ഞാൻ പോയി. റിയലൈസേഷൻ ടൈമും വെറൈറ്റി എന്ന് പറഞ്ഞ് പോയി ചെയ്ത സാധനമാണ്. അവർ എന്നെ ചവിട്ടി പുറത്താക്കി. പിന്നെയാണ് അവിടെ ചെന്നപ്പോഴാണ് ഈ 14 ജില്ലകളിലെ കുട്ടി ഒരേ സാധനങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ എനിക്കൊരു യുണീക്ക്നെസ് വേണം എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ സ്വന്തമായിട്ട് കുറേ റിസർച്ച് ചെയ്ത് ഈ ഫോറിൻ ഉള്ള കൂടുതൽ ആഫ്രിക്ക, അമേരിക്കയിലുള്ള ആൾക്കാരാണ് ചെയ്യുന്നത്. ബീറ്റ് ബോക്സിംഗ് എന്ന ടേം ഞാൻ ആദ്യം കാണുന്നത്. അത് ഭയങ്കര അത്ഭുതപ്പെടുത്തി. ആദ്യം ഞാൻ കാണുന്നത് ടോം തം എന്ന് പറയുന്ന ഒരു ബീറ്റ് ബോക്സർ ഇത് ചെയ്യുന്നതായിരുന്നു. ഓക്കെ. അങ്ങനെ അത് കണ്ട് എന്തുകൊണ്ട് ഇത് എനിക്കും ചെയ്തുകൂടാ എന്ന് ഞാൻ ആലോചിച്ചിട്ടാണ് 3 മാസം കൊണ്ട് ഞാൻ ബീറ്റ് ബോക്സിംഗ് പഠിച്ചത്. ഓ, അതെ, ഓണായിട്ട്. അതെ, സെൽഫ് ട്രെയിൻഡ് യൂട്യൂബിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത്. കുറേ റിസർച്ച് ചെയ്ത് അത് എഴുതിയൊക്കെയാണ് പഠിക്കുന്നത്. നമ്മളിപ്പോൾ സാധാരണ അരിയിലൊക്കെ ആ എന്നൊക്കെ എഴുതി പഠിക്കുന്നത്. അതേപോലെ പാസാക്ക ഇതൊക്കെയാണ് പഠിക്കുന്നത്. അങ്ങനെ എഴുതി പഠിച്ച് പിന്നെ എൻ്റെതായ ഒരു ശൈലി കൊണ്ടുവന്നു. അങ്ങനെയാണ് TV ചാനൽസിലും മറ്റുള്ള സോഷ്യൽ മീഡിയസിലൊക്കെ വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു കാര്യം അധികം നമ്മളുടെ ഇവിടെ അത്രയ്ക്ക് പോപ്പുലർ അല്ലാത്തൊരു സമയത്തായിരിക്കും നാച്ചുറലി ഇത് ചെയ്തിട്ടുണ്ടാവുക. നമുക്കും ഇത് ന്യൂ ആയിരുന്നു, നമ്മൾ അതൊന്ന് പഠിച്ചെടുക്കുന്നു. അപ്പം ഇതിലേക്ക് പിന്നീട് ഇപ്പം പറഞ്ഞല്ലോ ഞാൻ എൻ്റെതായ സ്റ്റൈലിൽ, അപ്പം ആ ഒരു സ്റ്റൈലിലേക്ക് എന്തൊക്കെയാണ് ആർദ്ര ഇതിനെ ഇത്രയും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിക്കാൻ? ഇപ്പം മലയാളികൾക്ക് ഇപ്പം അറിയത്തില്ല. ഇപ്പം ഞാൻ വന്ന കാലത്ത് ഒട്ടും അറിയത്തില്ല. സാധാരണ എല്ലാവർക്കും ഈ മിമിക്സ് പരേഡ്, മിമിക്സ് ഗാനമേളയൊക്കെ ഉണ്ട്. അതിൽ അങ്ങനത്തെ കുറെ മ്യൂസിക്കൊക്കെയാണ് നമ്മുടെ മൗത്ത് കൊണ്ട് ചെയ്യുന്ന എല്ലാവരും കാണാറുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ പരിചിതമാണെങ്കിൽ മിമിക്രി എന്ന രൂപേണ കാണിക്കണം. അതായത് മിമിക്രി ബീറ്റ് ബോക്സിങ്ങോടെ ഒരുമിച്ച് ഞാൻ ചെയ്ത് കാണിക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് പല രാഷ്ട്രീയ നേതാക്കളുടെ ശബ്ദത്തിൽ നിന്നും ഒരു ബീറ്റ് ബോക്സ്, പല നാച്ചുറൽ സൗണ്ട്സിൽ നിന്നും ബീറ്റ് ബോക്സ്. അങ്ങനെയാണ് ഇപ്പോൾ കോഴിയുടെ ശബ്ദം ഒരു മിമിക്രിയാണ്. ഞാൻ പണ്ട് കാലം മുതൽ ഞാനിപ്പോൾ കാണിച്ചു തരും സാമ്പിൾ. കോഴിയുടെ ശബ്ദം ഇപ്പോൾ ഇതൊരു കോഴിയുടെ ശബ്ദം നോർമൽ, അതിൻ്റെ കൂടെ ഒരു ബീറ്റ് ബോക്സ് ചേരുകയാണ്. ഇത് രണ്ടും ഒരുമിച്ച് വരുമ്പോൾ എങ്ങനെയുണ്ട് ശ്രദ്ധിക്കാം. അതാണ് സംഭവം. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടിയൊക്കെയാണ് ഞാൻ പ്രോഗ്രാം ചെയ്തിരുന്നത്. അപ്പൊ തന്നെ ആൾക്കാർ പറയുമ്പോൾ നീ തുപ്പി കളിക്കുന്നു, എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കളിയാക്കാറുണ്ടായിരുന്നു. അങ്ങനെ കുറെ കഷ്ടപ്പെട്ടു എല്ലാവരെയും മനസ്സിലാക്കിയെടുക്കാം. പിന്നെ എന്താ പറയാ, സോഷ്യൽ മീഡിയ എന്ന മീഡിയം വഴി കുറെ എനിക്ക് അങ്ങനെ റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ തുടക്കത്തിൽ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെ നമ്മളെ കളിയാക്കുന്നു, നമ്മളൊരു കാര്യം ചെയ്തു തുടങ്ങുകയും ചെയ്തു, അത് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഉണ്ടാവാവുന്ന ഒരു ഡിസപ്പോയിൻമെന്റ് ഉണ്ട്. അതിനെ ഓവർകം ചെയ്തിട്ട് വേണം നമ്മളിപ്പോൾ ഇന്ന് ഇരിക്കുന്ന ഇതിലേക്ക് എത്താൻ. അത് എങ്ങനെയാണ് ആ ഒരു ഫേസ് കടന്നുപോയത്? ആദ്യമൊക്കെ ഞാൻ ഇത് മിമിക്രി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുറെ ആൾക്കാർ എൻ്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെ കളിയാക്കിയിട്ടുണ്ട്. ഇവർക്ക് ഇതൊന്നും പറ്റിയ പരിപാടിയൊന്നുമില്ല, പോയല്ലേ ജോലി നോക്കണം, ഇതൊക്കെ ഒള്ളി മെൻ ഫോർ ബോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ സത്യം പറഞ്ഞ ഈ ഒരു കലാജീവിതത്തിൽ, അല്ലെ കല എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ആൺകുട്ടി പെൺകുട്ടി എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. അത് പണ്ടത്തെ ആ മൈൻഡ് സെറ്റുള്ള ആൾക്കാർ മാത്രമേ ഇത് ആൺകുട്ടികൾക്ക് മറ്റ് പെൺകുട്ടികൾ എന്ന് പറയുന്ന ഒരു സംഭവം ആ ഒരു കോൺസെപ്റ്റിൽ കയറി വരുന്നത്. അങ്ങനെയായിരുന്നു എനിക്കൊരിക്കലും ഈ ഒരു ഇന്റർവ്യൂവിൽ എനിക്ക് ഒരിക്കലും പറഞ്ഞ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കളിയാക്കലിൽ നിന്നുള്ള ഫേസിൽ നിന്നാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് പോലത്തുള്ള റെക്കോർഡുകൾ കിട്ടാനുള്ള ചാലഞ്ച് എൻ്റെ മനസ്സ് കിട്ടിയത്. അത് ഇപ്പോൾ ഗിന്നസ് റെക്കോർഡിലേക്ക് എത്തിയതിന് മുമ്പ് എന്ന് മുതലാണ് ആർദ്രയെ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയത്? ഏത് പ്രോഗ്രാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ? ഞാൻ ആദ്യം ചെയ്തത് കോമഡി ഉത്സവം എന്ന പ്രോഗ്രാമാണ്. അപ്പോൾ അതിൽ എന്താ പറയുക, ഞാൻ ആദ്യം ആ ഒരു ഷോയിൽ പോയപ്പോൾ ഓഡിഷൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആദ്യം എനിക്ക് ഓഡിഷന് സെലക്ട് ചെയ്തില്ല. കാര്യം എല്ലാവരും ഒരു 1000 ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ വലിയ കാര്യത്തിൽ എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞ് പോയായിരുന്നു. കാര്യം അവിടെ 3 പെൺകുട്ടികൾ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ തന്നെ റേഷ്യോ അറിയാൻ പറ്റും നമുക്ക് മിമിക്രിയിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടും. പക്ഷെ എന്തോ ഒരു നിർഭാഗ്യവശാൽ എനിക്ക് കിട്ടിയില്ല. പക്ഷെ ഭാഗ്യവശാൽ എന്നാണ് ഞാൻ കരുതുന്നത്. കാര്യം അന്ന് തന്നെ ആ മിമിക്രിയിൽ സെലക്ട് ചെയ്തായിരുന്നത് സാധാരണ ഒരു മിമിക്രി ചെയ്യണ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്ന് തള്ളിവിട്ടേന്. അപ്പോൾ അവിടുത്തെ മിഥിലാജ് സാറ്, ഷിബു ചേട്ടൻ, അങ്ങനത്തെ സതീഷ് ഏട്ടൻ, 3 പേരൊക്കെയാണ് ഗ്രൂമേഴ്സ് ഡയറക്ടറൊക്കെ. കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ഭയങ്കര ഡിപ്രഷനും ഭയങ്കര പരിപാടികളൊക്കെ ആയി. അതിനുശേഷമാണ് ഈ ബീറ്റ് ബോക്സിങ് പഠിച്ച് ഞാൻ തന്നെ അങ്ങോട്ട് അയച്ചു കൊടുത്ത് എന്നെ വിളിക്കുന്നത് അങ്ങോട്ട്. അങ്ങനെ ആദ്യം ഞാൻ അവിടെ കോമഡി ഉത്സവത്തിൽ എപ്പിസോഡ് ചെയ്തു. ഭയങ്കര എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്തു. കാര്യം ഒരു എൻ്റെ തൊണ്ടയിൽ നിന്ന് എങ്ങനെയാണ് ഇത്തരം ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നതെന്ന് എല്ലാവരും അത്ഭുതപ്പെട്ടിരുന്നു. അങ്ങനെ അവിടെ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. അതിനുശേഷം കുറേ സോഷ്യൽ മീഡിയ, ടിക്ടോക്ക് ആയിരുന്നു ആ സമയത്ത്.
അപ്പോൾ അതിനുശേഷം അതിൽ കുറേ പരിപാടികൾ ചെയ്തു. ടിക്ടോക്കിൽ നിന്ന് മിസ് കേരള ഡിജിറ്റൽ സ്റ്റാർ അവാർഡ് എന്ന് പറഞ്ഞൊരു സംഭവം സോഷ്യൽ മീഡിയ വഴി കിട്ടി. അതിനുശേഷമാണ് ഇൻസ്റ്റഗ്രാം, അങ്ങനത്തെ സോഷ്യൽ മീഡിയ ആണ് കൂടുതലും ഒരു മീഡിയമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ കയറി എങ്ങനെ ഗിന്നസ് വേൾഡ് റെക്കോർഡിലെത്തി? ഗിന്നസ് വേൾഡ് റെക്കോർഡ് കോമഡി ഉത്സവത്തിന്റെ ഒരു ഭാഗമാണ്. അത് എന്താ പറയാ, ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പൻസ് ഇന്ന എന്താ ലൈവ് ഷോ എന്ന് പറയുന്ന അതിൽ ബീറ്റ് ബോക്സിംഗ് ഒരു ഭാഗമായിരുന്നു. അതിന് ആണ് എനിക്ക് ഇത് കിട്ടിയത്. ഇപ്പം നമ്മൾ ഇപ്പം പറഞ്ഞല്ലോ, ഇങ്ങനെ നമ്മളെവിടെ ചെല്ലുമ്പോഴും പെൺകുട്ടികൾക്ക് ഇത് പറ്റില്ല എന്ന് പറയുന്നു, നമ്മളെ റിജക്റ്റ് ചെയ്യുന്നു, ഡിപ്രഷനിലേക്ക് പോകുന്നു. ഇങ്ങനെയൊക്കെ ആകുമ്പോഴും നമ്മുടെ ചുറ്റുമുള്ള ഇപ്പോൾ അച്ഛനടക്കം അല്ലെങ്കിൽ ഫാമിലി അവരേത് രീതിയിലാണ് നമ്മൾ ഇതിൽ തന്നെ തുടരാൻ, എങ്ങനെയായിരുന്നു അവരുടെ സപ്പോർട്ട്? അവർ ബാക്കിയുള്ള പാരൻസിൽ നിന്നും അവർ എനിക്ക് ഭയങ്കര വ്യത്യസ്തമായിട്ട് തോന്നി. കാര്യം നീ പഠിച്ചില്ലെങ്കിൽ നീ പരിപാടിക്ക് പോകണം എന്നുള്ള മൈൻഡ് സെറ്റാണ്. നീ എക്സാം എഴുതിയില്ലെങ്കിൽ നീ പ്രോഗ്രാം ചെയ്യാൻ പോകണം, അങ്ങനത്തെ ഒരു മൈൻഡാണ്. അപ്പോൾ അത്രയ്ക്ക് ഒരു പ്രഷ്യസ് ആയിട്ടൊരു പാരൻസിന് എനിക്ക് കിട്ടിയതിലാണ് ഏറ്റവും വലിയ ഒരു ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് കരുതുന്നത്. കാര്യം അവരും ഈ ഒരു എന്താ പറയുക സ്റ്റേജസ്, പ്രസംഗം, അങ്ങനത്തെ സ്പീച്ച്, അങ്ങനത്തെ ഒരു ഫീൽഡായതുകൊണ്ട് അവർക്ക് മനസ്സിലാവും. അവർ ഭയങ്കര പ്രൗഡാണ്. ഞാൻ ഓരോ സ്റ്റേജിൽ പോകുമ്പോൾ ആൾക്കാർ എനിക്ക് വേണ്ടി കൈയടിക്കുമ്പോൾ അവർ ഭയങ്കര സന്തോഷത്തിലാണ്. ഇതിന്റെ ബേസ് ഇപ്പം അച്ഛൻ പ്രസംഗിക്കും എന്ന് പറഞ്ഞു, അതല്ലാതെ അമ്മയ്ക്ക് ഇങ്ങനത്തെ വല്ലതും ഉണ്ടോ? ഇല്ല, ഞാൻ ആ ഒരു സ്റ്റേജിന്റെ ആ ഒരു എന്താ പറയുക സംഭവം പപ്പയിൽ നിന്നാണ് കിട്ടിയത്. വേറെ ആർക്കും അങ്ങനെ തന്നെ ഒരു കലാപരിപാടികൾ ശബ്ദം വെച്ചിട്ടുള്ള വേറെ ആർക്കും ഇല്ല? ഇല്ല, ഞാനാണ് ആദ്യം തുടങ്ങുന്നത് എൻ്റെ കുടുംബത്തിൽ തന്നെ. അപ്പൊ അത് ആദ്യം തുടങ്ങുമ്പോൾ നമ്മളിപ്പോ ഈ പ്രാക്ടീസ് എങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വീട്ടിലുള്ളവർക്ക് അതിന്റെ ഒരു എന്താണ് ഇത് ആദ്യം ഞാൻ പഠിച്ചപ്പോൾ ആർക്കും അറിയത്തില്ലായിരുന്നു ഞാൻ ചെയ്യുന്നത്. ഞാൻ ഈ 3 മാസം ഇരുന്ന് പഠിച്ചെന്ന് പറഞ്ഞു. അത് ഞാനൊരു +1 നല്ല ചെറുതിലാണ്. ഞാനിപ്പോ ഡിഗ്രി ഫൈനൽ ഇയർ കഴിഞ്ഞു. അപ്പോൾ +1 ഇത് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ റൂമിൽ അടച്ചിട്ട് ഞാനിങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പപ്പ വിചാരിക്കും എന്തായാലും ഞാൻ പാട്ട് എന്തെങ്കിലും കേട്ട്, ഇതൊന്നും വിചാരിക്കുന്ന പോലും ഇല്ല. അപ്പോൾ അതെല്ലാം പഠിച്ചു കഴിഞ്ഞ് അവസാനം കോമഡി ഉത്സവത്തിന്റെ ഓഡീഷന് പോയപ്പോഴാണ് എന്താണ് ഇവള് ഇതെന്ത് തേങ്ങ ഇവള് കാണിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് ബീറ്റ് ബോക്സ് എന്ന് പറയുന്ന സംഭവമൊക്കെ. അവിടെ വെച്ചാണോ പപ്പയെ പോലും ഞെട്ടി. വീട്ടില് ഇല്ല, സർപ്രൈസ് എലമെന്റ് ആയിരുന്നു അത്. അപ്പോൾ ഇങ്ങനെ ഓഡീഷന് പോയപ്പോഴാണ് അവർ ആദ്യമായിട്ട് കാണുന്നത്. അവർക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. കാര്യം വെറൈറ്റി ആയിട്ടൊരു സംഭവമായിരുന്നു. സാധാരണ മിമിക്രിയിൽ നിന്നും കുറച്ചും കൂടി യുണീക്നെസ് ഇതിലുണ്ടായിരുന്നു എന്ന് അവർക്ക് തോന്നുന്നു. അപ്പോൾ ഇതിന്റെ പോസിബിലിറ്റീസ് ഒന്നും അറിയാത്തൊരു സമയത്ത് എന്തോ ഒരു നമുക്ക് എവിടെയോ ഒരു ഹുക്ക്, എന്തോ ഒരു അട്രാക്ഷൻ തോന്നിയാണല്ലോ നമ്മൾ ഇതിലേക്ക് വരുന്നത്. അത് കഴിയുമ്പോൾ ഒരു പോയിന്റിൽ നമുക്ക് തോന്നുന്നു ഇതിൽ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഞാനൊരു മാർക്ക് ഉണ്ടാക്കിയിട്ടേ നിൽക്കുള്ളൂ എന്നുള്ള അതിൻ്റെ ഒരു എഫേർട്ട് വരുന്നു. ആൻഡ് പിന്നെ കുറേ ഇപ്പം നമ്മൾ കാണുന്നത് കുറേ ഷോസ് പലതരം അല്ലേ, ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട് ആർദ്രയ്ക്ക്. അപ്പം ഈ ഒരു ഇതിൽ നിൽക്കുമ്പം ഇപ്പം കൂടുതൽ റെസ്പോൺസിബിൾ ആണ് നമ്മൾ. അപ്പോൾ അതിനെ എങ്ങനെയാണ് ആർദ്ര മുന്നോട്ട് കൊണ്ടുപോകുന്നത്? എങ്ങനെയാണ് ബിറ്റ് ബോക്സിങ് ആദ്യം തുടങ്ങി ഞാൻ പറഞ്ഞു കുറേ പേര് കളിയാക്കി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പോയിന്റിലാണ് ആസ് എ ഗേൾ ഹൗ ക്യാൻ ഐ ഇൻസ്പയർ ആൻഡ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് ബൈ ജസ്റ്റ് മൈ ടാലൻറ്റ് ആൻഡ് സ്കിൽസ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കുറേ വേദികളിലും കേരളത്തിനെ റെപ്രസെൻറ്റ് ചെയ്ത് കുറേ വേദികളിലും ഞാൻ ഇപ്പോൾ അവസാനമായിട്ട് തെലുഗു ഒരു ഷോ ചെയ്തായിരുന്നു. അത് മോർ ദാൻ ഒരു എത്രയാവും 20 കോടി ആൾക്കാരത് ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് പ്രൗഡാണ്. അത് കേരളത്തെ റെപ്രസെൻറ്റ് ചെയ്ത് ട്രിവാൻഡ്രത്തിൽ നിന്ന് ഞാൻ വരികയാണെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത് നമ്മളെ കൊച്ചല്ലേ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ലക്ഷ്യമാണ്. അതായത് നമ്മുടെ നാടിനെ, എന്നെ കളിയാക്കിയ ആൾക്കാരെ തന്നെ റെപ്രസെൻറ്റ് ചെയ്തൊരു സ്ഥലത്ത് പോയി ഇത് ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ. ഇപ്പോൾ ഇത് ചെയ്തു തുടങ്ങുമ്പോൾ അറിയാമായിരുന്നു ആർദ്രയ്ക്ക് ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്? ഞാൻ കേരളത്തിൽ ഞാൻ വലുതായിട്ട് ആരെയും കണ്ടിട്ടില്ല. എനിക്ക് മുന്നേ ആദർശം എന്ന് പറയുന്ന ചേട്ടനാണ്. അപ്പൊ പുള്ളി എനിക്ക് ഭയങ്കര ഞാൻ പുള്ളിയുടെ ഭയങ്കര ഫാനാണ്. അപ്പോൾ പുള്ളിയുടെ കൂടെ തന്നെയാണ് ഞാൻ ആദ്യം കോമഡി ഉത്സവം ഒരു എപ്പിസോഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് കേരളത്തിലെ ആദ്യ ലേഡി ബീറ്റ് ബോക്സർ, ഇന്ത്യയിലെ ആദ്യ ഫീമെയിൽ ഫ്ലൂട്ട് ബോക്സർ എന്ന് പറയുന്ന ടാഗ് ടെഡക്സിലൊക്കെ പോയി എനിക്ക് ടാഗ് ലൈൻ തരുന്നത്. ടെഡക്സ് സ്പീക്കർ ഷോ ഉണ്ടല്ലോ, സ്പീക്കിംഗ്. ഇപ്പൊ ഈ ഫ്ലൂട്ട് ബോക്സർ എന്നുള്ളതൊക്കെ പിന്നീട് ആർദ്ര തന്നെ ആഡ് ഓൺ ചെയ്ത സംഭവങ്ങളാണോ? ബീറ്റ് ബോക്സിംഗിൽ ഞാൻ ചുമ്മാ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം അതിൽ തന്നെ കുറെ യുണീക്നെസ്, കുറെ വൗ ഫാക്ടർ കൊണ്ടുവരുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര എന്റർടൈനിങ് ആയിട്ട് തോന്നും. എനിക്ക് എൻ്റെ എബിലിറ്റീസ് ഇത് മാത്രമല്ല ഇനിയും ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി കുറെ സംഭവങ്ങൾ ഞാൻ സ്വന്തമായിട്ട് യൂട്യൂബ് നോക്കി പഠിച്ചതാണ്. അതൊക്കെ ഫ്ലൂട്ടും അതെ, ഞാൻ ഒന്നും അങ്ങനെ പുറത്തുപോയി പഠിക്കാറില്ല. ഞാൻ സ്വന്തം, വേറെ ഒരാളുടെ ആവശ്യമില്ല. പക്ഷെ എപ്പോഴും പറയുന്നത് കേൾക്കാം ഫ്ലൂട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഫ്ലൂട്ടും ബീറ്റ് ബോക്സ് നമുക്ക് നല്ല രീതിയിൽ ബ്രീത്ത് കൺട്രോൾ വേണ്ട രണ്ട് സംഭവമാണ്. അപ്പോൾ രണ്ട് ബ്രീത്ത് കൺട്രോൾ വേണ്ട സംഭവം ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് നല്ല പ്രാക്ടീസ് ചെയ്താലേ കിട്ടുള്ളൂ.
ബ്രീത്ത് കൺട്രോൾ, റിതം സെൻസ് എല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്ക് അത് കിട്ടുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള ഈ പ്രാക്ടീസ് ഒക്കെ എങ്ങനെയാണ്? ഓരോ കണ്ടന്റ് കണ്ടെത്തുന്നത് നമ്മൾ തന്നെ നമ്മളെ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അതൊരു വലിയ ചലഞ്ചാണ്, അപ്ഡേഷൻ വലിയൊരു വലിയ കാര്യമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് അത് കൊണ്ടുപോകുന്നത്? അത് ഓരോ ട്രെൻഡിങ് സാധനങ്ങൾ വരുമ്പോൾ ഞാൻ അതിനനുസരിച്ച് ചെയ്യാറുണ്ട്. ഇപ്പോൾ അവസാനമായിട്ട് ഞാൻ പൊന്നിയിൻ സെൽവൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്ത് ഇൻസ്റ്റയിലിട്ട് അത് റഹ്മാൻ ഒക്കെ ലൈക്ക് അടിച്ച് പോയിട്ടുണ്ട്. ഞാൻ അപ്പം കിളി പോയി താഴെ വീണു. അപ്പം അത് നല്ല രീതിയിൽ ഒരു 10 മില്യൺ വ്യൂസ് ഒക്കെ. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ റിസൾട്ട് കിട്ടും. അപ്പം അതുപോലെ നമ്മൾ ഈ വോയിസിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന രീതി, നമ്മൾ വോയിസിന് അതുമാതിരി കുറച്ച് കെയർ ചെയ്യേണ്ടി വരില്ലേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സ്പെഷ്യലായിട്ട്? കെയറിംഗ് ഒന്നും ഞാൻ ചെയ്യാറില്ല. ദൈവഭാഗ്യത്താൽ എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വലുതായിട്ട് വരാറില്ല. ഇപ്പൊ തൊണ്ട അടഞ്ഞാൽ പോലും അത് വെച്ച് ബീറ്റ് ബോക്സ് ചെയ്യും. അപ്പൊ അതിന് പറ്റുന്ന ഒരു സംഭവം വെള്ളാപ്പള്ളിയുടെ നമുക്ക് ബീറ്റ് ബോക്സ് ചെയ്യാം. ഞാൻ ചെയ്തെന്തെങ്കിലും ഒപ്പിക്കും. അതൊന്ന് ചെയ്തേ. വെള്ളാപ്പള്ളിയുടെ മഞ്ഞ കിളിയുടെ മുകളിൽ പാട്ട് മഞ്ഞ. ഇതിപ്പം AR റഹ്മാൻ സാർ നമ്മുടെ ഒരു സംഭവം നമ്മൾ ചെയ്യുന്നൊരു കാര്യം ലൈക്ക് ചെയ്തു എന്ന് പറഞ്ഞു. അത് നമുക്ക് ഏറ്റവും എന്താ പറയുക പീക്കിൽ നിൽക്കുന്ന നല്ല ഓർമ്മകളിലൊന്നാണ്. അതേപോലത്തെ വേറെ ഈ സ്റ്റേജിൽ പോകുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും ആർദ്രയ്ക്ക് അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള മെമ്മറീസ് എന്താണ്? അല്ലെങ്കിൽ നമ്മുടെ സെലിബ്രിറ്റീസോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ഞാൻ ഒരുപാടുണ്ടാവും. പല സ്റ്റേജുകളിലും പോകുമ്പോൾ അങ്ങനെ ഓർക്കപ്പെടാൻ പറ്റിയത് അങ്ങനെ എല്ലാ സ്റ്റേജിലും പോകുമ്പോൾ ആൾക്കാർ എന്താ പറയുക ഓഡിയൻസ് കൈയടിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു വിജയം. നമുക്ക് പല സ്റ്റേജിൽ കുറെ സെലിബ്രിറ്റീസ് കാണും. എനിക്ക് ഓർക്കാൻ പറ്റിയ എല്ലാവരും ഒരേപോലെയാണ് റെസ്പോണ്ട്. അല്ല ഇത് ആര് കണ്ടാലും വായ വിളിച്ചിരിക്കാൻ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. അവർക്കൊരു അമേസ് ഫാക്ടറാണ്. തീർച്ചയായിട്ടും. ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞാനിത് എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിച്ച് നോക്കി. അതേപോലെ ഞാനിത് ചെയ്തപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഒരു കാര്യം, അവർ ട്രൈ ചെയ്യുമ്പോൾ അവർക്ക് കാറ്റ് മാത്രമേ വരുന്നുള്ള ഒരു രീതിയിൽ ഇത്. പക്ഷേ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതേ ഉള്ളൂ. പ്രാക്ടീസ് ആൻഡ് ഇതിനൊരു ഡെഡിക്കേഷൻ, ആ ഒരു ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും പഠിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇപ്പോൾ പുതിയൊരു സാധനം പഠിക്കുമ്പോൾ ശരിക്കും അതിൻ്റെ ഒരു പ്രാക്ടീസിന് എടുക്കുന്ന ടൈം എന്താ ചെയ്യുക? ഇങ്ങനെ ഇന്നതിപ്പോൾ നേരത്തെ കോഴിയുടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ വരുമ്പോൾ ഇന്നത് തമ്മിൽ ഞാൻ ചെയ്ത് നോക്കിയാലോ എന്നൊരു തോന്നൽ നമുക്ക് വരണമല്ലോ. എന്തെങ്കിലും ഒരു എലമെൻറ്റ് ഒരുപോലെ തോന്നിയിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അതിന് നമ്മൾ ആ ഒരു പ്രോസസ്സിന് ആ ഒരു ഫുൾ ഫോമാക്കി എടുക്കുന്ന സമയം എങ്ങനെയാണ്? അതിന് പ്രത്യേകിച്ച് ഭയങ്കര ടൈമൊന്നും എടുക്കാറില്ല. ഞാൻ കൂടുതൽ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയൊക്കെ എടുക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു ഐഡിയ കിട്ടുമ്പോൾ അപ്പം തന്നെ പ്രാക്ടീസ് ചെയ്ത് അപ്പം തന്നെ ഞാൻ വീഡിയോ എടുക്കും. ഒരു മാക്സിമം ഒരു 1 hour എല്ലാം വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മളൊക്കെ ആ ഒരു സംഭവം നമ്മുടെ മനസ്സിലുണ്ടല്ലോ. അപ്പോൾ അത് തന്നെ നമ്മൾ കുറച്ച് മോൾഡ് ചെയ്ത് ആ ഒരു രൂപത്തിലാക്കി പഠിപ്പിക്കുക അത്രേ ഉള്ളൂ. ഫസ്റ്റ് ഒരുപാട് ഓഡിയൻസിനെ ഫേസ് ചെയ്ത ഒരു എൻ്റെ ഫസ്റ്റ് സ്റ്റേജ് പൂജപ്പുര ജയിലായിരുന്നു. അവിടെ എൻ്റെ ഫസ്റ്റ് ഓഡിയൻസ് കുറെ കൊലപാതകങ്ങളും കുറെ പീഡന കേസിലെ പ്രതികളുമായിരുന്നു. അപ്പോൾ ഞാൻ കലോത്സവത്തിനൊക്കെ പ്രൈസ് കിട്ടിയപ്പോൾ ന്യൂസ് പേപ്പറിൽ ഇത് വന്നിട്ട് അവിടുത്തെ പോലീസ് സാർമാരെന്നെ വിളിച്ചാണ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി. അവർക്ക് കുറെ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ട്. അതായത് അവിടെ അമേരിക്ക പോലെ ഇവിടെ എല്ലാ സുഖ സൗകര്യങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ള ജയിലുകൾക്കുള്ളത് പ്രതികൾക്ക്. ഇപ്പൊ തന്നെ നമുക്ക് മറ്റേ സവാദിന്റെ ഒരു കേസ് അതേപോലെയൊക്കെയാണ്. അതുകൊണ്ട് അവരെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ പോയതാണ്. പക്ഷെ പേടിച്ച് അത്രയൊന്നും ഇല്ലായിരുന്നു. എല്ലാരും ഭയങ്കര എന്താ പറയുക ഷേവ് ഒക്കെ ചെയ്ത് നല്ല കുട്ടപ്പനായിട്ടിരിക്കുന്നു. ഇവിടെ നല്ല ലുക്കായിട്ട്, പുറത്ത് ഇറങ്ങുന്നതിനേക്കാളും ലുക്കായിട്ട് അകത്ത് ജയിലിന്റെ ഇമേജ് ബ്രേക്ക് ആയി. അതെ. അപ്പൊ അങ്ങനെ അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു അവിടെ. ഈ ബീറ്റ് ബോക്സിംഗിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു അത്? അതെ, ഇതായിരുന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കണ്ടിന്യൂസ് പ്രോഗ്രാംസ് നല്ല ഐശ്വര്യമുള്ള തുടക്കം. അതെ. അപ്പോൾ ഇതിനെ കുറിച്ച് പറയുമ്പോഴാണ് ഇപ്പം നമ്മൾ ഓഡിയൻസ് ചിലർക്ക് ഇപ്പോൾ കണ്ടാലറിയാം അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്, ഇതൊരു വല്ലാത്ത ടാലൻ്റാണ്. പക്ഷെ എന്നാലും നീ ഇപ്പം അങ്ങനെ കയറി പോണ്ട, ആ തോട്ട് വരുമല്ലോ നമുക്ക്. അതൊരു സുഖമാണ്. അത്തരം കാര്യങ്ങളെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ ഫേസ്ബുക്കിലാണ് കിട്ടാറ്. ഫേസ്ബുക്കിലാണ് കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുള്ളത്. എന്റെ കൈ ചൊറിയുന്നു, എനിക്ക് എന്തെങ്കിലും പറയണം എന്നുള്ള രീതിയിൽ അവരവരുടേതായ കാര്യം. ഫേസ്ബുക്കിൽ ഏത് പോസ്റ്റ് എടുത്താലും ഒരു നമ്മളൊരാളെ സഹായിക്കുകയാണെങ്കിലും നീ എന്തിനാ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചെയ്യുവാണോ, അങ്ങനത്തെ ഉള്ള ഷോ ഓഫ് അല്ലേ എന്നൊക്കെ പറയും.
അത് വേറെ രീതിയിൽ പോകും. ആദ്യം വിഷമം ഉണ്ടായിരുന്നു, പിന്നെ അതെനിക്ക് ശീലമായി. ഇതില്ലെങ്കിലാണ് ഇപ്പോൾ വിഷമം. പൊതുവെ ആർദ്ര എങ്ങനെയാണ് ഈ ഒരു കാര്യം ഇതിലേക്ക് നമ്മൾ കുറേ സമയം ഇപ്പോൾ ഡെഡിക്കേറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു, 1 മണിക്കൂറിലൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി എന്തൊക്കെ ആക്ടിവിറ്റീസിലാണ് ആർദ്ര ഞാൻ എന്നെ തന്നെ സന്തോഷത്തോടെ ഊറ്റി എടുക്കാറുണ്ട്. എനിക്ക് പല കാര്യങ്ങളും ഉണ്ടെങ്കിലും അത് ഞാൻ മാക്സിമം എന്നെ ഊറ്റും. അതായത് എന്റെ ടാലൻസ് ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറക്ഷൻ, ആക്ടിങ്, എഡിറ്റിംഗ്, അത് ഞാൻ കണ്ടു, ഇതെല്ലാ മേഖലയിലും ഉണ്ട് ആള്. എല്ലാം ഏറെക്കുറെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ മാക്സിമം അതെല്ലാം ഞാൻ ഇപ്പൊ ആക്ടിങ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തത് നമ്മൾ തന്നെ ഒരുമിച്ച് ചെയ്ത ഒരു പ്രൊജക്ട് ഉണ്ട്. അത് നമ്മുടെ കേരള സർക്കാരിന്റെ ഒരു ആഡ്, വളരെ മനോഹരമായിരുന്നു. നമ്മളിത് ബൂസ്റ്റ് ചെയ്യണ്ടേ. അപ്പൊ അതുപോലത്തെ ഉള്ള സംഭവങ്ങൾ. പിന്നെ ഞാൻ റീൽസ്, ഷോർട്ട് വീഡിയോസ് ഒക്കെ ഡയറക്റ്റ് ചെയ്യാറുണ്ട്. ഇനി ലേറ്റസ്റ്റ് ആയിട്ടൊരു മൂവി അപ്കമിങ് ആണ്. ഇന്ദ്രജിത് ചേട്ടനെയൊക്കെ വെച്ചിട്ടൊരു അതിൽ അസിസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ, ഡയറക്ടർ അസിസ്റ്റ്. അപ്പൊ അങ്ങനത്തെ കുറെ. ഇപ്പൊ റീസെന്റ് ആയിട്ടൊരു ഷോർട്ട് ഫിലിം അല്ലേ? അത് റീസെന്റ് ആയിട്ട് ഫ്ലവേഴ്സ് ടിവിയിലെ ഫ്ലവേഴ്സ് ചാനലിന്റെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, ദാങ്കണക്കതില്ല. അപ്പൊ അതിന്റെ എന്റെ ഒരു ക്ലിപ്പ് ഭയങ്കരമായിട്ട് റീച്ച് ആയ എന്റെ ഒരു ഡയലോഗാണ്, മരവിള എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവമാണ്. അത് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ ഇതൊക്കെ കൂടെ എങ്ങനെയാണ് കൊണ്ടുപോകണം? ഇപ്പം നമ്മൾ ഡിറക്ഷൻ, എഡിറ്റിംഗ് എന്നൊക്കെ പറയുമ്പം അത് വേറെ തന്നെ ഒരു കാര്യമാണ്. അതിനും എല്ലാത്തിനും നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്താ പറയുക, ടു ദ ഫുൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ കൊടുക്കേണ്ട കേസുകളാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ടുപോകുന്നുണ്ട് വളരെ ബ്യൂട്ടിഫുള്ളി. ഇടയ്ക്ക് അഭിനയിക്കുന്നു, ഇടയ്ക്ക് അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, മൾട്ടി ടാസ്കിങ്. അതെങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യണത്? അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഇവളെങ്ങനെ ഇതെല്ലാം കൂടെ ചെയ്യുന്നതെന്ന് ചോദ്യം പറയിപ്പിക്കുന്നത്. അത് ഒരു ഫ്ലോയിൽ അങ്ങ് പോകും. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണെങ്കിൽ നമുക്ക് സന്തോഷമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതേപോലത്തെ ഉള്ള കാര്യങ്ങൾ നല്ല സന്തോഷമായിട്ടല്ലേ ചെയ്യുന്നത്. ആക്ടിങ്ങും ഇതെങ്ങനെ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ ചെയ്യുമ്പോൾ അതൊരു ഈസി ടാസ്ക് ആണ് ഉറപ്പായിട്ടും. ഇപ്പം പിന്നെ ആർദ്ര എന്ന് പറയുന്ന പേഴ്സണെ ഞാൻ മനസ്സിലാക്കുന്നത് ഭയങ്കര നേരത്തെ പറഞ്ഞു എന്താണ് എല്ലാവരും അച്ഛനെ നോക്കിയിരിക്കാൻ എന്താണ് കാരണം. അപ്പം നമ്മളെ ആളുകൾ നോക്കുക, നമ്മൾ ചെയ്യുന്ന ബോഡി ഓഫ് വർക്ക് കൊണ്ട് ആൾക്കാരുടെ മനസ്സിൽ കയറുക എന്നുള്ളത് അത് വളരെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരാളാണ്. അതല്ലാത്ത ആർദ്രയെ കുറിച്ച് എന്താ കൂടുതൽ ഞങ്ങൾക്ക് അറിയാത്ത ആർദ്ര എന്തൊക്കെയാണ്? അറിയാത്ത ആർദ്ര ഇതൊക്കെ തന്നെയാണ്. ഞാനൊരു എന്താ പറയുക, എല്ലാവരും ജോളിയായിട്ട് കാണുന്ന ഒരാളാണ്. ഞാനിപ്പോ ഡിഗ്രി ഫൈനൽ ഇയർ കഴിഞ്ഞു. മാർവാനിസ് കോളേജ് ട്രിവാൻഡ്രത്താണ്, നാട് കൊല്ലത്താണ്. പിന്നെ ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ മമ്മി ടീച്ചറാണ്, പപ്പ ബിസിനസ്മാൻ ആണ്, ബ്രദർ ഒരു ബിസിനസ്സിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്, ബ്രദർ ഒരു റാപ്പറാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഇടയ്ക്ക് വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനത്തെ പരിപാടികളാണ് സാധാരണ. ഇനി ഫ്യൂച്ചറിലേക്ക് എങ്ങനെയാണ് ആർദ്രയുടെ എന്തെങ്കിലും പ്രത്യേക പ്ലാനിങ്സ് ഉണ്ടോ? ഫ്യൂച്ചറിന് ഞാനൊരു MA എടുക്കണം എന്നുണ്ട്, MA ഫിലിം ആൻഡ് TV പ്രൊഡക്ഷൻ. അതൊക്കെ എടുത്തിട്ട് പിന്നെ ചെറിയ രീതിയിൽ ബിസിനസ്, അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു മിശ്രിതമായിട്ട് കൊണ്ടുപോകണമെന്നുണ്ട്. ഇപ്പൊ തന്നെ എന്തോ ഒരു ബിസിനസിന്റെ പാർട്ടാണല്ലോ ഇൻസ്റ്റയുടെ പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ. അത് ബിസിനസ് പാർട്ണർ അല്ല, അത് എൻ്റെ ഇൻസ്റ്റഗ്രാം നമ്മുടെ എന്താ പറയാ ക്രിയേറ്റേഴ്സിനെ മാനേജ് ചെയ്യുന്ന ടീമാണ് ഫാബ് സ്ക്വാഡ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ക്രിയേറ്റർ മാനേജർ ടീമാണ്, ഏജൻസിയാണ്. അപ്പൊ അവര് നല്ല രീതിയിൽ എല്ലാ ക്രിയേറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാക്സിമം എല്ലാരെയും ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു എന്താ പറയാ മനസ്സുള്ള ആൾക്കാരാണ്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് പിന്നെ ആർദ്ര ഇങ്ങനത്തെ ഇത് ചെയ്തു തുടങ്ങി ആർദ്ര പിന്നെ നോട്ടീസബിൾ ആയപ്പോഴാണോ ഇതെല്ലാം ആർദ്രയിലേക്ക് വരുന്നത്? അതോ ഇൻഫ്ലുവൻസേഴ്സിനെയാണ് സാധാരണ അവർ മാനേജ് ചെയ്യുന്നത്. നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള നല്ല പാഷനേറ്റ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സിനെ അവർ മാനേജ് ചെയ്യും. അതായത് നമുക്ക് ഓരോ സിനിമ പ്രൊമോഷൻസും ബ്രാൻഡ് ആയിട്ടുള്ള പ്രൊമോഷൻസ് ഒക്കെ വരുമ്പോൾ അവർ നമുക്ക് കണക്ട് ചെയ്ത് തന്നിട്ട് നല്ല രീതിയിൽ അവർ ചെയ്യിപ്പിച്ചെടുക്കും. അത് ചോദിക്കുന്നതും പറയിക്കുന്നതും വേറെ ഒന്നിനും വേണ്ടിയല്ല. ആർദ്ര തുടക്കത്തിൽ പറഞ്ഞു ഞാൻ പുറത്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പം ഒരു വെറും നോർമൽ കിഡായിരുന്നു. അതിൽ നിന്ന് ഇപ്പൊ ഇന്ന് ആർദ്ര എത്തി നിൽക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട്. അപ്പൊ അത് എത്ര പേർക്കെങ്കിലും ഇൻസ്പിറേഷൻ ആയാൽ അത് വലിയൊരു കാര്യമാണല്ലോ. ഇനിയിപ്പം ഇത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പൊ എങ്ങനെയാ ഇപ്പൊ ബീറ്റ് ബോക്സിങ്ങിനോടുള്ള നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു ഔട്ട്ലുക്കും അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ വരുന്നുണ്ടോ അതിലേക്ക്? കൂടുതലും ഭയങ്കരമായിട്ടുള്ള വലിയ കമ്മ്യൂണിറ്റി ആയിരുന്നുണ്ട് ഇപ്പൊ ബീറ്റ് ബോക്സ്, കേരള ബീറ്റ് ബോക്സ് കമ്മ്യൂണിറ്റി. അപ്പൊ അവര് ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഭാഗമാണ്. അപ്പൊ കേരളത്തിൽ തന്നെ മോർ ദാൻ 75-76ഓളം ബീറ്റ് ബോക്സസ് അതിൽ കൂടുതലുണ്ട്. പക്ഷെ എന്താ പറയാ ഒരു സ്റ്റേജിലോട്ട് വരാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ട്, വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ കുറേ പ്രാക്ടീസ് ചെയ്ത് കുറേ ഡെഡിക്കേഷനോടെ ചെയ്യുന്ന കുറേ എന്താ പറയുക കലാകാരുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വാട്സപ്പിൽ നോക്കുമ്പോൾ ഓരോ സമയത്ത് വോയിസ് മെസ്സേജ് പോലെ വരും. നമ്മൾ സാധാരണ ഹലോ സുഖമാണോ എന്നൊക്കെയല്ലേ ചോദിക്കുന്നത്. പക്ഷേ ഈ ഗ്രൂപ്പിൽ
ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത് വലിയൊരു കമ്മ്യൂണിറ്റി തന്നെയാണ്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിൽ കയറി ഞാൻ ഓരോന്നൊക്കെ കാണിക്കാറുണ്ട്. ആ നല്ലതല്ലേ ശരിക്കും അത്. അതെ അതെ അതെ. നമുക്കും കുറേ ടിപ്സ് സംഭവങ്ങൾ കിട്ടും, അതെ അതെ കാര്യങ്ങളൊക്കെ അതെ കിട്ടും അതെ. അല്ലേ. ഇപ്പോൾ ആർദ്ര കുറേ കാര്യങ്ങൾ ഓണായിട്ടും ഒക്കെ ചെയ്ത് ഓരോന്ന് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യുന്നൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഇത്രയും ചെയ്തതിൽ എല്ലാം നമ്മളുണ്ടാക്കുന്നതൊക്കെ നമുക്ക് ഏറ്റവും എന്താ പറയുക പ്രിയപ്പെട്ടതായിരിക്കും. പക്ഷെ എന്നാലും ഏറ്റവും അങ്ങനെ ഇപ്പോൾ ചോദിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാണ് എന്ന് പറയുന്നത് ഏതാണ്? ഏറ്റവും ഇഷ്ടം ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് പഠിച്ചത് ഫ്ലൂട്ട് ബോക്സിംഗ് ആണ്. അപ്പോൾ അത് ഭയങ്കര ഒരു അതെനിക്ക് ചെയ്യിക്കാൻ പറ്റില്ലല്ലോ, അത് ഫ്ലൂട്ട് നമുക്ക് കൊണ്ടുവരാതെ വീഡിയോ വന്നത്. എവിടെയെങ്കിലും ഈ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് കാണിച്ചു കൊടുക്കാം. ആരോ അതെ അതെ. പിന്നെ അതേപോലെ പൊന്നിയിൻ സെൽവൻ ഞാനിപ്പോൾ ചെയ്തത് നമ്മുടെ എ.ആർ. റഹ്മാൻ സാറിന് കുറേ മ്യൂസീഷ്യൻസ് അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. പിന്നെ ആക്ടിങ്ങിലും ഇപ്പോൾ അവസാനം ചെയ്ത അമരവിള ആ സാധനം അത് അപ്പം അഭിനയിച്ചപ്പോൾ വലിയ സംഭവമായിട്ട് തോന്നിയില്ല. പക്ഷേ ഇത് കുറേ പേര് മോർ ദാൻ 2500 ആൾക്കാർ ഇത് റീഡബ് ചെയ്തു. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ റീൽസിൽ ഇപ്പോൾ അവസാനമായിട്ട് ചെയ്ത ഒരു വനജയുടെ ഒരു സംഭവമുണ്ട്. അത് ഞാൻ ഡയറക്റ്റ് ചെയ്ത സംഭവമാണ്. അത് മോർ ദാൻ ഒരു 5 മില്യൺ വ്യൂസ്. ഭയങ്കര കാണിച്ചു തരാം പിന്നെ ചിരിക്കേണ്ട ഒരു സാധനമാണ്. അതൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ്. നമുക്ക് ഈ പൊന്നിയിൻ സെൽവൻ ഒന്ന് ഇവിടെ റീക്രിയേറ്റ് ചെയ്യാൻ. പൊന്നിയിൻ സെൽവന് മറ്റേ മെഷീനും അത് കാര്യങ്ങളൊക്കെ അത് പറ്റില്ല അല്ലേ? പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വേറെ ഒരു സംഭവം ചെയ്യാം. ഒരു 4 ഡിഫറെന്റ് സൗണ്ട്സ് അറ്റ് ദ സെയിം ടൈം. ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു ശബ്ദം തന്നെ നമ്മൾ പുറപ്പെടുവിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് കുറേ പ്രാക്ടീസ് ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് ഞാനെല്ലാം സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം. ആദ്യത്തെ ശബ്ദം 2 3 4 നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കേട്ടു. ഇനിയെല്ലാം നമ്മൾ ഒരേ സമയത്ത് എൻ്റെ ശബ്ദത്തിലൂടെ കേട്ടു. താങ്ക് യു. ഓ വാവ്, അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ എന്താ പറയാ ക്ലോസ് ചെയ്യാനുള്ള ടൈമായപ്പോൾ നല്ല നല്ല എന്താ പറയാ നമ്മൾ സദ്യയൊക്കെ കഴിഞ്ഞ് പായസം കുടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നല്ല സുഖമുണ്ട്. എന്താണ് ഇനി വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ കുറേ ഇവിടെ കേരളത്തിൽ തന്നെ ഈ ലോകത്തിൽ തന്നെ എനിക്കിനി പറ്റത്തില്ല, അല്ലെങ്കിൽ ശ്രമിച്ചിട്ട് എന്നെ കൊണ്ടിന് വയ്യ, അതിപ്പോൾ കലയിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ജോലിപരമായിട്ടാണെങ്കിലും പഠിപ്പകരമായിട്ടാണെങ്കിലും പലരും ശ്രമിച്ചിട്ട് എന്നെ കൊണ്ടിന് വയ്യ എന്ന് അപ്പം തന്നെ ഇട്ടിട്ട് പോകും. പക്ഷേ ഞാൻ ആ സമയത്ത് എൻ്റെ ശബ്ദമൊക്കെ പോയായിരുന്നു. എൻ്റെ ശബ്ദം പോയിട്ട് കാറ്റ് മാത്രമേ ഇങ്ങനെയൊക്കെ വരുന്നുള്ളായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഒബ്സ്റ്റക്കിൾസ് ഫേസ് ചെയ്ത സമയമായിരുന്നു ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ഞാൻ എൻ്റെ ഒരു എന്താ പറയുക ഫേവറേറ്റ് കൊട്ടേഷൻ ഞാൻ അന്ന് ഹോൾഡ് ചെയ്തത് മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ഒരു കോട്ടാണ്. അതായത് ഇഫ് യു കനോട്ട് ഫ്ലൈ കീപ് റണ്ണിങ്, ഇഫ് യു കനോട്ട് റൺ കീപ് വാക്കിംഗ്, ഇഫ് യു കനോട്ട് വാക്ക് കീപ് ക്രൗളിങ്, വാട്ട് എവർ ഹാപ്പൻസ് കീപ് ഓൺ ട്രൈങ്. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് നിങ്ങൾ ഫേസ് ചെയ്താലും നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ഇൻ ടു യുവർ എയിം. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഇങ്ങനെ നമ്മൾ സെൽഫ് മെയ്ഡ്, സെൽഫ് മോട്ടിവേറ്റഡ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു കറക്റ്റ് എക്സാമ്പിളാണല്ലേ. നമുക്ക് നത്തിങ് ഈസ് ഇമ്പോസിബിൾ, ഐ ആം പോസിബിൾ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർദ്രയുടെ ലൈഫ് കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അല്ല ശരിക്കും അങ്ങനെ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ശരിക്കും ഗൂസ് ബംസ് വരുന്നുണ്ട്. ഞാൻ സീരിയസ്ലി പറയാം, ഇത്രയും കൂടുതൽ ഒരാളെക്കുറിച്ച് അറിയാൻ പറ്റുക, അയാൾക്ക് നമ്മളെ തന്നെ നമുക്ക് ഇപ്പോൾ പറഞ്ഞ ഒരു കോട്ട് തന്നെ നമ്മൾ എടുക്കുന്ന ഇൻസ്പിറേഷൻസ് എന്താണെന്നുള്ളത് ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അപ്പോൾ ആർദ്രയുടെ കൂടെ കിട്ടിയ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഞാനും കുറേ എന്തൊക്കെയോ പഠിച്ച പോലെ എനിക്ക് ശരിക്കും ഫീൽ ചെയ്യണത്. ആൻഡ് വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. ഇനിയും ഒരുപാട് എന്താ പറയുക കൂടുതൽ ആളുകളുടെ സ്നേഹം, കൂടുതൽ റെക്കഗ്നീഷൻസ് ഒക്കെ ആയിട്ട് എല്ലാം ഇഷ്ടപ്പെട്ട എല്ലാ മേഖലയിലും ആർദ്രയുടെ സിഗ്നേച്ചറൊക്കെ ആയിട്ട് ആർദ്രയിലേക്ക് തന്നെ ആളുകൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന കൂടുതൽ ആളുകൾ അങ്ങനത്തെ ഒരു കാലത്തിലേക്ക് ആവട്ടെ ഇനി മുന്നോട്ട്. താങ്ക് യു സോ മച്ച്. അതേപോലെ റാണി ചേച്ചി, താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് ഫോർ ദിസ് വണ്ടർഫുൾ പ്രോഗ്രാം. കുറേ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ കണ്ടു, ഇനി കുറേ ആൾക്കാരെ ഇതുപോലെ സംസാരിക്കാൻ കഴിയട്ടെ. താങ്ക് യു.
അപ്പോൾ ഇതിന് മേലെ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ബോറാക്കണില്ല. നമുക്ക് പിന്നെ കാണാം അടുത്ത ആഴ്ച.